നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണിൽ ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ കിട്ടാതിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഓണും ഓഫും ചെയ്ത് അല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് സെർവറിൻ്റെ പ്രശ്നമാണോ അതോ ഫോണിൻ്റെ പ്രശ്നമാണോ എന്ന് മനസ്സിലാവാതെ ഇനി എന്നാൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ട. ഇത് സെർവറിൻ്റെ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ഞാനിപ്പോൾ ChatGPT എടുത്തതിന് ശേഷം ഹൗ ഈസ് ദ വെതർ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു എററാണ് കിട്ടുന്നത്. ഇനി ഇതെൻ്റെ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാനായിട്ട് നേരെ ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തതിന് ശേഷം ChatGPT സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ തന്നെ കയറുക. ആ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ChatGPT സെർവറുകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. എപ്പോഴാണ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സർവീസ് ഗ്രീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്, ലാസ്റ്റായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. അതായത് പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്ന സർവീസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ APIയും ChatGPT സർവീസുകൾക്കെല്ലാം എറർ വരുന്നുണ്ട്. ഇത് ChatGPTക്ക് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാത്തിൻ്റെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ മെറ്റയാണ് കമ്പനി. അപ്പോൾ മെറ്റ സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മെറ്റയുടെ എന്താണ് സ്റ്റാറ്റസ്, അവരുടെ ഏതൊക്കെ സർവീസ് ഡൗൺ ആയിട്ടുണ്ട്, വാട്സപ്പ് ഡൗൺ ആണോ എന്നൊക്കെ എല്ലാം അറിയാനായിട്ട് പറ്റും. ഇനി ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഡൗൺ ഡിറ്റക്ടർ എന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ ഏതാണോ നമ്മുടെ സർവീസ്, ഏത് വെബ്സൈറ്റാണോ നമുക്ക് എടുക്കേണ്ടത്, ആ സൈറ്റ് നമുക്കതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് എവിടെയൊക്കെയാണ് ഡൗൺ ആയിട്ടുള്ളത്, അത് ആപ്ലിക്കേഷനാണോ വെബ്സൈറ്റ് ആണോ ഡൗൺ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് വേൾഡ് വൈഡ് ഉള്ള ഓരോ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം എവിടെയെങ്കിലും ഇരുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഫോണിൽ ഇതുപോലെ ഏതെങ്കിലും എറർ കിട്ടുന്ന സമയത്ത് ഫോണിൻ്റെ ഇൻ്റർനെറ്റ് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഗൂഗിളിൽ കയറി സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക.